മഴതൊരു മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അലീന എല്ലാ തരത്തിലും ഒരു രാജകുമാരിയെ പോലെ, ഒരു നവവധുവിനെ പോലെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണ് നിറയുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളും കൂടെ വരട്ടോ എന്ന്. പക്ഷേ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ കൊണ്ട് ആക്കിയിട്ട് വരാം, എന്തായാലും നമുക്ക് ഇനിയും പോകാമല്ലോ അങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇരിക്കുക ബബിതയും രോഹിത്തും എല്ലാവരും. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, ഇന്നലെ ഞാനാണെങ്കിൽ ചേച്ചിയുടെ കൂടെ കിടന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് പറയുക, എപ്പോഴായിരുന്നാലും ഒരു തിരിച്ചു പോക്കില്ലേ, അതുകൊണ്ട് ഞാൻ പോയതിൽ ആരും വിഷമിക്കരുതെന്ന്. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൂടെ പോകാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യത്തിനല്ലേ പോയത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെന്ന് എല്ലായിടത്തും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രോഹിത്ത്. നമുക്കിനി കാണാൻ പോകാമല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രോഹിത്തിന് നല്ല വിഷമമുണ്ട്. എന്നാൽ അമ്മ വരുമല്ലോ എന്നൊരു ചിന്ത കൂടി രോഹിത്തിനുണ്ടായിരിക്കുന്നുണ്ട്. അങ്ങനെ ബബിതയെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവൾ അവിടെ നിന്ന് പോയോ, ഇവിടെ എല്ലായിടത്തും യാത്ര പറഞ്ഞ് പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പോയെങ്കിൽ എന്താ, ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണോ? എന്നാൽ ഞാൻ പറയുന്നു, ഇനിയാണെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരണമെങ്കിൽ ആ ചേച്ചിയും കൊണ്ട് ഇങ്ങോട്ട് വരാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ ഞാൻ അവളെയും കൊണ്ട് വരുന്നേ, നീ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന് മാത്രമാണോ ചോദിക്കുന്നത്? എപ്പോഴും അലീന അലീന, അതിനെക്കുറിച്ച് മാത്രമേ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കാനുള്ളൂ, അല്ലാതെ നമ്മൾ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യത്തിൽ ഫോൺ വയ്ക്കുന്നുണ്ട് വൈജയന്തിയുടെ ഈ സംസാരം കേട്ടിട്ട് കൃഷ്ണ പറയുക, എപ്പോഴും എല്ലാ തരത്തിലും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന് ഇത്രയും കാലം സഹിച്ചു നടന്നത് അലീന ചേച്ചി സമ്മതിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോയല്ലോ, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ബബിത. എന്തായാലും അമ്മ വരട്ടെ, അമ്മ വന്നിട്ട് എല്ലാം മനസ്സിലാക്കുന്ന ദിവസം തിരിച്ച് വിളിക്കുമെന്ന് ഉറപ്പാ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്നൊക്കെ പറയുക രോഹിത്തും. അങ്ങനെ മാമച്ചൻ വിളിക്കുന്നുണ്ട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി. എന്തായാലും കുറച്ച് നാൾ അവിടെ നിന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും നല്ല പരിചയമാണ്. അതുകൊണ്ട് തന്നെ വിശേഷം അന്വേഷിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് അലീന അവിടെ നിന്ന് പോയ കാര്യം. ഇത് കേട്ടതും രേവതിക്കുട്ടിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് സങ്കടം കൊണ്ട് രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോണിൽ കിട്ടുന്നില്ല. അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് കിട്ടാത്തതായിരിക്കും എന്ന് വീണ്ടും ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ദൂരെ ഏതോ സ്ഥലത്തേക്കെന്നാ പോയെന്നാ പറഞ്ഞത് അച്ഛൻ. പക്ഷേ എവിടേക്കാണെന്ന് എൻ്റെ അടുത്തോ ഞങ്ങളുടെ അടുത്തോ ആരുടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും സമയത്ത് വിളിക്കുമ്പോൾ ഇനി ചോദിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടിയുടെ അടുത്ത്. അങ്ങനെ പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനടുത്ത്, എന്തായാലും അവിടെ പോകുന്ന ഒരു പുതിയ സ്ഥലമാണ്, എല്ലാവരുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെയാണെങ്കിൽ മോൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ആരെയും ശാസനയോ ഒന്നും കേൾക്കട്ടല്ലോ. എന്തായാലും ഇനി നല്ല രീതിയിൽ ഒരു ജീവിതം പുതിയതായിരിക്കും മോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, എനിക്ക് അങ്ങനത്തെ ജീവിതമൊന്നും വേണ്ട, എൻ്റെ അമ്മ പോലും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ ഞാൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓരോ ഒറ്റപ്പെടലുകളും എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകളും അത് മായ്ക്കാൻ ഇനി ആർക്കും കഴിയില്ല, ഇനി ആരൊക്കെ വന്നിരുന്നാലും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അലീനയാണെങ്കിൽ പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുക, എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നവവധുവിനെ പോലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ പോയി കയറേണ്ടത് എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമെന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇതിലൊന്നും വിഷമം തോന്നരുത്. പക്ഷേ വേലക്കാരിയെന്ന് പറയേയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പണ്ട്. എന്തായാലും ഈ വീട്ടിലെ ഒരു അംഗമായിരുന്നത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ വൈജയന്തിയുടെ മോളും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള മാറ്റവും മോൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വിഷമമൊന്നും തോന്നരുത് എന്നൊക്കെ പറയുന്നുണ്ട്.
എനിക്ക് വിഷമം എല്ലാവരും വിട്ട് പോകുന്നതിലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അലീന തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം പോയ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, ഇത്രയും ദൂരത്തേക്കാണോ ഞാൻ പോകുന്നത്? എന്തായാലും എനിക്ക് നിങ്ങളേക്ക് ഒരുപാട് മിസ് ചെയ്യും. എന്തായാലും കൃഷ്ണമോളൊക്കെ എന്നെ കണ്ട് ഞാൻ അടുക്കളയിൽ പോലും കയറാൻ എന്നെ സമ്മതിച്ചില്ല, ഞാൻ പോകുന്നെന്ന് അറിഞ്ഞെന്ന് അത്രയ്ക്കും ഭയങ്കര വിഷമത്തിൽ അവർ. എന്തായാലും കുറച്ച് ദിവസം എടുക്കും അവരൊന്ന് ആ ഒരു രീതിയിലൊന്ന് മാറിയെടുക്കാൻ. അതുകൊണ്ട് അച്ഛൻ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ അലീന പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുക സ്റ്റാൻലി ജോസഫിൻ്റെ. അവിടെയാണെങ്കിൽ എതിരേൽക്കാൻ എല്ലാവരും തന്നെ ഉണ്ട്. അത് സ്റ്റാൻലി ജോസഫിൻ്റെ അച്ഛന് എല്ലാവരും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്തുകയും ഒരു ഞെട്ടലോടെ ആ ഒരു മുത്തശ്ശൻ തിരിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ അവിടുത്തെ അമ്മച്ചിയെപ്പോലെ തന്നെ അലീന ഇരിക്കുന്നത്. പക്ഷേ അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര തടസ്സം പറഞ്ഞ ആളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തേക്കും കണ്ടപ്പോൾ തന്നെ വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. അപ്പോഴത്തേക്കും സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ മകൾ തന്നെയാണ്, നിന്നെപ്പോലെ തന്നെയാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടി തന്നെയാണ്. പക്ഷേ ഈ ഇത്രയും ദിവസം ഒരു മാറ്റമായിട്ട് മാറി നിന്നില്ലേ? എന്തായാലും നേരത്തെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. എന്തായാലും വന്നല്ലോ, ഇനി ഈ വീട്ടിലെ ഒന്നിനും ഒരു കുറവില്ലാതെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ജോലിക്കാരെടുത്ത് എല്ലായിടത്തും പറയുന്നുണ്ട്, ഇവിടെ നിങ്ങളെപ്പോലെ നിൽക്കാൻ വേണ്ടി ഒരാളിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് നിങ്ങളെക്കാളും സ്വാതന്ത്ര്യം ഇത്തിരി കൂടുതലായിരിക്കും. പിന്നെ എല്ലാ ജോലികളും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വീട്ടിലെ സ്വന്തം ഒരു അംഗത്തെ പോലെ ഞാൻ കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അവരുടെ അടുത്ത് ഈ സത്യം തുറന്ന് പറയുന്നില്ല സ്റ്റാൻലി ജോസഫ്. അങ്ങനെ ഈ ബാലചന്ദ്രനാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് പറയുക, ഞങ്ങളാണെങ്കിൽ എല്ലാ തരത്തിലും ഒരു കുറവില്ലാതെ അവൾ അവിടെ നോക്കിയത്, അതുപോലെ തന്നെ ഇവിടെയും അതുപോലെയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് സ്റ്റാൻലിയുടെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നെ, ഞാനാണെങ്കിൽ നിങ്ങൾ ധരിക്കുമ്പോഴുള്ള ഒരാളല്ല. എനിക്ക് എല്ലാവരെയും തിരിച്ചറിയാം, ഉള്ള മനസ്സും എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ കൂടുതലായിട്ട് ഒരു മൃഗത്തെ പോലെ എന്നെ കരുതരുത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ ഈ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ വീണ്ടും തിരിച്ച് പോകാൻ ഒരുങ്ങിയാണ് ബാലചന്ദ്രൻ. അങ്ങനെ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ബാലചന്ദ്രനെ കണ്ട് കെട്ടിപ്പിടിക്കുകയാണ് അലീന. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരെയും സന്തോഷത്തോടെ ഇരിക്കാൻ പറയണം. ഞാനാണെങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വരും. ഞാൻ എല്ലാവരെയും കാണാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാമല്ലോ. പക്ഷേ പോകുന്നതിന് സാഹചര്യം വൈജയന്തി മേഡം ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്നാൽ ഇത്രയും നല്ല രീതിയിലുള്ള സംസാരം കേട്ടിട്ട് ബാലചന്ദ്രൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഇത്രത്തോളം നമ്മുടെ ഈ കുടുംബത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ എല്ലാ തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയാണ്. എൻ്റെ കാര്യം ഒന്നിനും ഒരു കുറവില്ലാതെ നോക്കിയ, ഇനി പെട്ടെന്നൊരു നിമിഷത്തിൽ ഇല്ലാതാവുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാം നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കാം എന്ന് പറയുന്നുണ്ട്. ഏത് കാര്യത്തിനാ എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അലീന. അത് ഞാൻ പറയാം, എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. അത് ഇവിടുത്തെ സ്റ്റാൻലി ജോസഫ് നിൻ്റെ അടുത്തത് പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അവർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഗംഗാധരൻ്റെ ഫോണിലോട്ട്. ആ സമയത്ത് രാജീവ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പറയുക, ബാലചന്ദ്രൻ വിളിക്കുക, എന്തായാലും അലീനയുടെ കാര്യം പറയാനായിരിക്കും. ഇനി വൈജയന്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രാജീവ് പറയുന്നുണ്ട്, എന്തായാലും ഫോൺ എടുക്കുക, എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുക, എത്രയായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തി വലുതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം, അവിടെ സ്വന്തം മകൾ ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല. ഇപ്പോൾ എവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവിട്ടു. നിങ്ങൾ ആ കുട്ടിയെ ഓർഫനേജിൽ കൊണ്ടുപോയിട്ട് നരകതുല്യ ജീവിതം കൊടുത്തവരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങളടുത്ത് ക്ഷമിച്ച കുട്ടിയാണ് അത്. എന്തായാലും ഇപ്പോഴാണെങ്കിലും ഈ സന്തോഷത്തോടെ ഇനി അവളവിടെ ജീവിക്കും. ഇനി നരയിക്കാൻ പോകുന്നതും സങ്കടപ്പെടാൻ പോകുന്നതും നിങ്ങളും അനിയത്തിയും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഗംഗാധരൻ. എന്നിട്ട് പറയുന്നുണ്ട്,
ഞാനാണെങ്കിൽ പറയാനൊരാഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം നിൻ്റെ അടുത്ത് പറയാനുള്ളത് എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. ഏത് കാര്യമായിരുന്നാലെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഈ കാര്യം ഒരിക്കലും വൈജയന്തി അറിയരുത്. ഇനി അറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത് വേറെ തന്നെയാണ്. എന്തായാലും ഇനി എത്രത്തോളം അവളെ വെറുത്തുപോയോ ഇനി അത്രത്തോളം സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ കുട്ടിയോട് കാണിച്ച ദ്രോഹം അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഇതിലൊരു തീരുമാനം എടുക്കണമെന്നുമുണ്ട്. ബാലചന്ദ്രൻ ഇവിടെ വന്ന് തന്നെ വൈജയന്തിയെ വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗംഗാധരൻ പറയുക, എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ് വൈജയന്തിയെ വിഷമിപ്പിക്കരുതെന്ന്. എന്തായാലും നമ്മുടെ വിഷമമൊന്നും ആർക്കും അറിയണ്ടല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ കുട്ടികൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവരും സങ്കടത്തോടെ ആ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ യാത്രയാക്കിയത് അലീനയെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയണ്ട. പക്ഷേ മനുവിനാണെങ്കിൽ എല്ലാം അറിയാം. മനുവിനെ ആദ്യം മുതലെല്ലാം അറിയാവുന്ന മനുവിന് മാത്രമാണ് ആ ഒരു ബുദ്ധി പോലും നിങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഒന്ന് പറയാനുള്ളൂ, ഇനിയാണെങ്കിൽ അലീനയെക്കുറിച്ച് നിങ്ങൾ ആരും ഇനി വേവലാതിപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അവൾ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക. പക്ഷേ ഒരു കാര്യം, വൈജയന്തി ഇനി മോളെ തേടി അങ്ങോട്ട് പോവേണ്ടതില്ല. അതിന് സ്റ്റാൻലി ജോസഫ് ഇനി അവളെ ആ വീട്ടിൽ നിന്ന് വിടില്ല. അതുകൊണ്ട് ഇനി കരഞ്ഞും അതുപോലെ തന്നെയാണ് സങ്കടപ്പെട്ടും ഞാൻ അനുഭവിച്ച അതേ ദുഃഖം നിങ്ങളെ പെങ്ങളിനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ബാലചന്ദ്രൻ ഗംഗാധരൻ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഗംഗാധരൻ ഉടനെ തന്നെ ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എല്ലായിടത്തും പറയുക, രാജീവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് കേട്ടോ, ഇനിയാണെങ്കിൽ ഈ കാര്യം വൈജയന്തിയെ ഉടനെ തന്നെ അറിയിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അവൻ്റെ കാര്യത്തിൽ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് മനു വരുന്നുണ്ട്. മനു പറയുക, എന്തായാലും എന്നായിരുന്നാലും അറിയേണ്ട കാര്യമല്ലേ, അത് എത്രയും പെട്ടെന്ന് അറിയണം. അറിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പോംവഴി കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല, ഇത്രയും നാൾ അമ്മയെന്നുള്ള സ്നേഹം പോലും കിട്ടാതെ നിൽക്കുന്ന അലീന അത് കിട്ടണമെങ്കിൽ എന്ത് വെച്ചാലും അറിഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ അത് ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റമായിരിക്കും സംഭവിക്കുന്നത്. ആ വീട്ടിലേക്ക് ആൻറ്റി പോകുന്ന സമയത്ത് അവിടെ ബാലചന്ദ്രൻ ഞങ്ങൾ കാണില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ് ഇനി മുതൽ വരാൻ പോകുന്നത് എന്നൊക്കെ മനു